വിജയനെ ഓർത്താണോ ഗോപികൃഷ്ണനെ ഓർത്താണോ അനുജയെ ഓർത്താണോ എന്നറിയില്ല. ആശ സിംഗപ്പൂരിൽ നിന്നൊരു കാര്യം അറിയിക്കുന്നു. ടെൻഷനില്ലേ നിങ്ങൾക്ക്? ഹേയ്. അതായത് നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ല. വന്ന വഴി മറന്നു. വിജയന് എന്നെ ഓർത്തല്ല എന്തായാലും. വിജയൻ ആ ഇടുക്കട വഴി കടന്നുപോയി, അതാ പ്രശ്നമായത്. അപ്പൊ എന്നെ ഓർത്തല്ല. ഓർത്തല്ലേ? അനുജ ഓർത്താണോ? അല്ലല്ലേ? ഇല്ല, അനുജ വന്ന വഴിയൊക്കെ ഓർക്കും. ആ ഗോപിയോ? ഗോപിയുടെ കാര്യം ചോദിച്ചു. ഗോപിയായോ? ഞാൻ വന്ന വഴി മറന്നു, ഇനി വരാനുള്ള വഴിയെ കുറിച്ചാണ്. ഓക്കെ, നല്ല കാര്യം. സംഭവം വന്ന വഴിയൊക്കെ ഗോപി. ഓക്കെ, റെഡി. നമ്മൾ അതുപോലെ ആവണം. എസ് കെ ആരെയും മറക്കാതെ എല്ലാവരും ഓർമ്മിക്കുന്നു എന്നാണ് ആശ വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആശ, സിംഗപ്പൂരിൽ എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ സിംഗപ്പൂർ പ്രസിഡന്റിനെയൊക്കെ ഞാൻ വളരെ കൗതുകത്തോടെ കാണാറുണ്ട്. കാരണം അദ്ദേഹം ഇത്രയും സ്ട്രിക്റ്റായി കാര്യങ്ങൾ അവിടെ ചെയ്യുന്നു എന്നുള്ളതാണ്. പറ്റുമെങ്കിൽ അദ്ദേഹത്തോട് ഒരു അന്വേഷണം പറഞ്ഞേക്കും അല്ലേ? ഒരു ഹായ് പറഞ്ഞേക്കും. ആശ ഹായ്. അപ്പോൾ ആശ, യഥാർത്ഥത്തിൽ നമ്മൾ ഏത് എണിപ്പടികൾ വഴി അങ്ങ് ഉയരത്തിലെത്തിയാലും താഴെ വീണാലും നമ്മളെ കൈപിടിച്ച് നടത്തിയ ആൾക്കാരെ ഒന്നും ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിച്ച് പോകുന്നത് എന്താണെന്നറിയുമോ? ആകാശവാണിയിൽ ആദ്യമായി എൻ്റെ ശബ്ദം കേൾക്കുന്നത് എൻ്റെ 22-23 വയസ്സിലാണ്. 23 വയസ്സിലാണ് ശരിക്കും. ഞാനന്ന് കേരളത്തിലെ സർവകലാശാല ക്യാമ്പസിൽ കാര്യവട്ടത്തിൽ വിദ്യാർത്ഥിയായിരുന്നു. അന്നൊരു പ്രഭാഷണം നടത്താൻ തിരുവനന്തപുരത്ത് ആകാശവാണി പോയതാണ്. അതിനെനിക്ക് അവസരം തന്നത് രവീന്ദ്രൻ ചെന്നിലോടെന്ന് പറയുന്ന ആകാശവാണിയിലെ അന്നത്തെ ഏറ്റവും നല്ല പ്രേക്ഷകരിൽ ഒരാളായ അദ്ദേഹമായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഇന്നില്ല. അദ്ദേഹത്തെ ഞാൻ ഓർമ്മിക്കുന്നു. ദൂരദർശനിലേക്ക് ഞാൻ പടി കയറാൻ കാരണക്കാരനായത് ഏതാണ്ട് കുറച്ചു കാലം കഴിയുമ്പോൾ PR ശാരദ എന്ന ദൂരദർശൻ്റെ പ്രൊഡ്യൂസറായിരുന്നു. ഒരു നിമിഷം അല്ലെങ്കിൽ ജസ്റ്റ് മിനിറ്റ് എന്നൊരു പ്രോഗ്രാം ചെയ്യാൻ എന്നെ അവിടെ വിളിച്ചതാണ്. അപ്പോൾ അവരൊക്കെ ഒരു നിമിത്തമാണ് എന്ന് നിങ്ങൾ പറയുമെങ്കിലും അവർ ഒരുപക്ഷെ എന്നെ വിളിച്ചില്ലായിരുന്നു, കുറേ കാലം കൂടി ഈ രംഗത്തേക്ക് വരാൻ താമസിച്ചു പോയേനെ.